എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ ബുക്ക് റിവ്യൂവിൽ കാണാൻ പോകുന്നത് 16-ാമത്തെ അധ്യായമാണ്. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. അതിന് സ്വാമി മുക്താനന്ദ കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റ്. അപ്പം ആവശ്യത്തിന് റെഡ് ലൈറ്റ് കണ്ടു മടുത്തു അങ്ങേർക്ക്. അടുത്തത് വൈറ്റ് ലൈറ്റ്. കണ്ട് മടുത്തു എന്ന് ഞാൻ പറയരുത്, അതൊരു തെറ്റായിട്ടുള്ള ഒരു സോറി, അങ്ങനെ പറയാൻ പാടില്ല. അതായത് ഒരുപാട് കണ്ടു, അദ്ദേഹം രസിച്ചു, ആസ്വദിച്ചു. അങ്ങനെ ഈ ചുവന്ന ഓറ അദ്ദേഹത്തിൻ്റെ സൈസിന് ദേഹത്തിനെ ചുറ്റി ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്ന ചുമന്ന ലൈറ്റ് അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നല്ലോ മെഡിറ്റേഷനിൽ. അതിൻ്റെ ഇടയിലാണ് ഈ നമ്മുടെ പെരുവിരലിൻ്റെ സൈസിന് വെള്ള ലൈറ്റ് കണ്ട്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ഈ ചാപ്റ്ററിന് വൈറ്റ് ലൈറ്റ് എന്നാണ് ഹെഡിങ്ങേ തന്നിരിക്കുന്നത്. അപ്പോൾ അപ്പം ഇതിൽ വൈറ്റ് ലൈറ്റ് കാണാൻ തുടങ്ങിയപ്പം ഉണ്ടായ അനുഭവങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ അപ്പം ഇദ്ദേഹം പറയുന്നത് ഈ റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് കാണുന്നത്, റെഡ് ഓറ നമ്മുടെ ദേഹത്തിനെ ചുറ്റി കാണുന്നു എന്ന് പറയുന്നത് നമ്മുടെ സ്ഥൂല ശരീരത്തിനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ്. അതായത് ഫസ്റ്റ് സ്റ്റേജ്, അതായത് കുണ്ടലിനി ശക്തി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു മൂലാധാരത്തിൽ, 3.5 ചുറ്റ് പാമ്പിൻ്റെ രീതിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഗുരു ഭഗവാൻ നിത്യാനന്ദയുടെ അനുഗ്രഹം കൊണ്ട് കുണ്ടലിനി ശക്തി ഉണർന്നു. അപ്പം ഉണർന്ന് ഓരോ ചക്രത്തിനെയായിട്ട് പിയേഴ്സിങ് അല്ലെങ്കിൽ പെനിട്രേറ്റിംഗ് എന്ന് വെച്ചാൽ അതിനെ തുളച്ച് കയറും. അപ്പം സുഷുമ്ന നാഡിയിലെ വഴിയിലിരിക്കുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ചക്രാസിനെയും തുളച്ച് കയറുവാണ് ഈ കുണ്ടലിനി ശക്തി. അങ്ങനെയാണ് മൂലാധാരത്തിൽ നിന്ന് അടുത്തത് സ്വാധിഷ്ഠാനം വന്നപ്പം അദ്ദേഹത്തിന് വേറെ പല വേണ്ടാത്ത ചിന്തകളൊക്കെ വന്നത്. ലൈംഗികമായ സെക്ഷുവൽ ഡിസയേഴ്സൊക്കെ വന്നത് സ്വാധിഷ്ഠാന ചക്രനെ ആക്ടിവേറ്റ് ചെയ്തപ്പോഴാണ്. പിന്നെ അതൊക്കെ മാറി. ഓക്കെ, അപ്പം കുണ്ടലിനി അവിടുന്ന് തിരിച്ച് ആ സ്ഥലം വിട്ട് അടുത്ത ചക്രന് പോയി എന്നർത്ഥം. അപ്പം സ്വാധിഷ്ഠാന കഴിഞ്ഞ മണിപൂരം കഴിഞ്ഞ അനാഹതത്തിലും ഇദ്ദേഹത്തിന് നാക്കൊക്കെ നെഞ്ചിൽ തൊടുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം അനാഹത ചക്ര ആക്ടിവേറ്റായി എന്നർത്ഥം ഇല്ലേ. അപ്പോൾ അനാഹത ചക്രം വരെ വന്നു. ഇപ്പം അപ്പം അടുത്തത് എവിടെ? വിശുദ്ധി, തൊണ്ടക്കുഴി. ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് ഉള്ള ഇവിടാണ് പുറയിൽ സുഷുമ്ന നാഡിയുടെ മീതെ ഉള്ളതാണ് ഇത് വിശുദ്ധി ചക്ര. അപ്പം അദ്ദേഹം പറയുന്നത്, ഈ ചുമന്ന ആറ കാണുമ്പം നമ്മുടെ മനസ്സ് ധ്യാനിക്കുന്നത് നമ്മളുടെ ഈ സ്ഥൂല ശരീരത്തിനെയാണ്, ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ ഗ്രോസ് ബോഡി എന്ന് പറയുന്നത്. അപ്പം ആ സ്റ്റേജിനെ അദ്ദേഹം പറയുന്നത് രക്തേശ്വരി, രക്തം എന്ന് വെച്ചാൽ ചുമന്ന കളർ. അപ്പം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അല്ല ആ റെഡ് ഓറ കാണുന്നേ, ഇല്ല. ദേവിയുടെ അനുഗ്രഹം, കുണ്ടലിനി ശക്തിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല. അപ്പം ഇദ്ദേഹം ഇത്രയും ദിവസം ധ്യാനത്തിൽ ചുമന്ന ലൈറ്റ് കാണുന്നത് കുണ്ടലിനി ശക്തിയുടെ ഒരു പ്രതിബിംബം അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. ദേവിയാണ് അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ വസ്ത്രമില്ലാതെ വന്ന അതിസുന്ദരിയായ പെണ്ണും ദേവി തന്നെയാണ്. അപ്പം ദേവിയുടെ ലീലാവിനോദങ്ങളാണ് ഇങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് മാറി മാറി വരുന്നത്. അപ്പം ആ സ്റ്റേജിനെ മുക്താനന്ദ പറയുന്നത് രക്തേശ്വരി. രക്തം എന്ന് വെച്ചാൽ രക്തവർണം, ചുമന്ന വർണ്ണം. അപ്പോൾ രക്തേശ്വരി എന്ന് പേരിട്ടു. അപ്പം ശരി, ഇപ്പം രക്തേശ്വരിയിൽ നിന്ന് ശ്വേതേശ്വരിക്കോട്ട് മാറുന്നു. ശ്വേത എന്ന് പറഞ്ഞാൽ സാൻസ്ക്രിറ്റിൽ വൈറ്റ്. അപ്പം ശ്വേതേശ്വരി. അപ്പോൾ എന്ത് കാണുന്നു? വൈറ്റ് ഫ്ലെയിം കാണുന്നു. ഈ വൈറ്റ് ഫ്ലെയിം എന്ന് പറയുന്നത് അതായത് നേരത്തെ കണ്ടതാണ് അദ്ദേഹം, പക്ഷേ ഇപ്പം കൂടുതലായിട്ട് കാണുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. നേരത്തെ ആ ചുമന്ന ഓറയിലും ചെറിയ ഈ പെരുവിരലിൻ്റെ സൈസിന് കണ്ടുകൊണ്ടിരുന്നു വൈറ്റ് ലൈറ്റ്. പക്ഷേ ഇപ്പം ആ ചുമന്ന ഓറ
മാറിയിട്ട് മൊത്തം ഈ വൈറ്റ് ലൈറ്റാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വൈറ്റ് ലൈറ്റ് കാണുമ്പം നമ്മുടെ മനസ്സ് ഈ സ്ഥൂല ശരീരത്തിനെ വിട്ട് ഉള്ളിലോട്ട് പോകുന്നു വെച്ചാൽ അടുത്തതായ സൂക്ഷ്മ ശരീരത്തിനെ ധ്യാനിക്കാൻ തുടങ്ങുമ്പം നമുക്ക് ഈ വൈറ്റ് ലൈറ്റ് കാണും എന്നാണ് പറയുന്നത്. ഓക്കെ, സട്ടിൽ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട്, സാധാരണ കണ്ണുകൊണ്ട് കാണാനൊക്കാത്ത സൂക്ഷ്മ ശരീരം. ഓക്കെ, അങ്ങനെ കാണുന്നു. അപ്പം എന്തോ അർത്ഥം, അതായത് ഈ സ്ഥൂല ശരീരത്തിലാണ് മെഡിറ്റേഷൻ നടക്കുമ്പം കുണ്ടലിനി ശക്തിക്ക് ഒരുപാട് ജോലി എന്ന് വെച്ചാൽ എന്തുവാ, ഇദ്ദേഹം വന്ന് മറ്റേ എന്തുവാ തന്ത്രലോകത്തിലായിരുന്നു. തന്ത്രലോകം എന്ന് പറഞ്ഞാൽ വേറൊരു ലോകത്തിലല്ല പോയത്. അതായത് താന്ത്രിക് ഇതെല്ലാം ദേഹത്ത് കാണുന്നു, റിച്വൽസ്, എന്തുവാ മുദ്ര, ബന്ധാസ്, അതൊക്കെ ഉണ്ട്. പിന്നെ ദേഹം പാമ്പ് പോലെ വളയുന്നത്, ഈ ദേഹത്ത് നടക്കുന്നതെല്ലാം ആണ് തന്ത്രലോകത്തിൽ ഞാൻ കണ്ടതും ചെയ്തതും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം എന്തുവാ ഈ വേറെ വേറെ ഷേപ്പും മുദ്രയും ബന്ധാസും ഒക്കെ ഇടുന്നില്ലയോ, അതെവിടാണ് നടക്കുന്നത്? സ്ഥൂല ശരീരത്താണ് നടക്കുന്നത് അല്ലയോ? നമ്മുടെ ദേഹത്ത് നടക്കുന്നു. ഇപ്പം മുദ്ര ഇങ്ങനെ പിടിക്കുന്നു, അങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇതെല്ലാം നമ്മുടെ സ്ഥൂല ശരീരത്താണ് നടക്കുന്നത്. പക്ഷേ ഇപ്പം ആ സ്ഥൂല ശരീരത്തിൽ നിന്ന് മാറി അകത്തോട്ട് പോന്നു. അപ്പം ഈ സ്ഥൂല ശരീരത്തിൽ ഇത്രയെല്ലാം ചെയ്തപ്പം ആത്മാവിന് തന്നെ ഒരു ക്ഷീണം തട്ടി. ആത്മാവിന് ക്ഷീണമെന്ന് വെച്ചാൽ എന്തുവാ, അതായത് ഈ കുണ്ടലിനി ശക്തിക്ക് കുറച്ചൊന്ന് ഒരു ചെറിയ ക്ഷീണം തട്ടി. അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിപ്പം എന്തുവാ മെഡിറ്റേഷനിൽ കുറച്ച് കൂടുതൽ ഉറങ്ങാൻ തുടങ്ങിയെന്ന് ഇല്ലയോ? അത് ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഉറക്കത്തിലിപ്പം കൂടുതൽ ഞാൻ അങ്ങ് ഇരുന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥമാണ് ഇപ്പം പറയുന്നത്, ഈ ഉറക്കം വന്നത് കുണ്ടലിനി ശക്തിക്ക് കുറച്ച് ഓവർ വർക്കായിപ്പോയി, അതുകൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റ് എടുക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം പിന്നെ ഈ ഡ്രീം സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഈ ഉറക്കത്തിലാണല്ലോ ഡ്രീം സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്വപ്നാവസ്ഥ, സ്വപ്നങ്ങൾ കാണുന്നത്. അപ്പോൾ ഉറങ്ങിയാലല്ലേ സ്വപ്നം വരത്തുള്ളൂ. അപ്പം ഈ മെഡിറ്റേഷനിൽ ഉറങ്ങുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് കുണ്ടലിനി ശക്തി എണീറ്റു, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ദേഹത്ത് ചെയ്യിപ്പിച്ചു. അതുമാത്രമല്ല നാഡീസിനെല്ലാം നീറ്റാക്കി. ഇപ്പം ഒന്നുമല്ല, നമ്മൾ ദിവസവും വീട് തൂക്കുന്നു, ചെയ്യുന്നു. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നു എന്ന് പറയുമ്പം എക്സ്ട്രാ ആയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ പണിയെടുക്കത്തില്ലയോ? അതുപോലെ ഇപ്പോൾ കുണ്ടലിനി ശക്തി ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിലുള്ള ശുദ്ധീകരണത്തിന് വേണ്ടി കുറച്ച് എക്സ്ട്രാ പണിയെടുത്തു. അപ്പോഴാണ് കൂടുതൽ ഉറങ്ങുന്നത് മെഡിറ്റേഷനിൽ. അപ്പം ഉറങ്ങുമ്പം സ്വാഭാവികമായിട്ടും സ്വപ്നങ്ങൾ കാണും. പിന്നെ ഈ ഉറക്കം കുറഞ്ഞു. അതൊക്കെയാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ട് അദ്ദേഹം വിവരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു. അപ്പം കുണ്ടലിനി ശക്തി വന്ന് നിൽക്കുന്നത് ത്രോട്ട് ചക്രയിലാണ് എന്നാണ് പറയുന്നത്. അപ്പം ത്രോട്ട് ചക്രയിൽ കാണുമ്പം എന്തുവാ, ആ വെള്ള ലൈറ്റ് സ്വപ്നത്തിലും കാണാം, ജാഗ്രത അവസ്ഥയിലും കാണാം. അതായത് മെഡിറ്റേഷനിലും കാണാം, ഉണർന്നിരിക്കുമ്പോഴും കാണാം, ഉറങ്ങുമ്പോഴും കാണാം എന്നാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹം പറയുന്നത് എന്താണോ, വിതൗട്ട് ദ എക്സ്പീരിയൻസ് ഓഫ് ദിസ് വൈറ്റ് ഫ്ലെയിം, അതായത് ഈ വൈറ്റ് ഫ്ലെയിം വെള്ള ലൈറ്റ് കണ്ടില്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിൽ അർത്ഥമേ ഇല്ല എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ നമ്മുടെ തവി ഉണ്ടല്ലോ, തവിയിൽ കൂട്ടാൻ വിളമ്പുമ്പം ആ തവിക്ക് ആ കൂട്ടാൻ്റെ രുചി അറിയത്തില്ല. അതുപോലെയാണ് നമ്മൾ എത്ര മെഡിറ്റേഷൻ ചെയ്താലും ഈ വൈറ്റ് ലൈറ്റ് കാണുമ്പം അതിനുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് വേറെയാണ്. അപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നവരെല്ലാം ഈ തളത്തിൽ കൂടെ വേണം സഞ്ചരിച്ചുകൊണ്ട് പോകാൻ. എന്നുവെച്ചാൽ അത് ഒരു വലിയ ഉന്നതമായ ഒരു അനുഭവമാണ് തരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വേറെ എവിടെ വായിച്ചിട്ടുമുണ്ട്, ഒരു പാട്ട്, നട്ടകല്ല് പേശുമോ നാഥൻ ഉള്ളിരിക്കയിൽ, ചുട്ട ചട്ടി ചട്ടുകം കറിച്ചുവൈ അറിയുമോ. ആദ്യം എൻ്റെ അമ്മൂമ്മയാണ് ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കേൾക്കും, അമ്മച്ചി അതിൻ്റെ അർത്ഥം എന്തുവാ, അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു തരും.
അത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഒരു കല്ലിനെ എടുത്ത് നട്ട് വെച്ച് നട്ട കല്ല് പേശുമോ? അത് സംസാരിക്കുമോ? പേശത്തില്ല, സംസാരിക്കത്തില്ല. നാഥൻ ഉള്ളിരിക്കയിൽ നമ്മളുടെ ഓരോ ദേഹത്തിനകത്തുമാണ് നമ്മുടെ നാഥനുള്ളത്. നമ്മുടെ നാഥൻ ആത്മാവാണ്. നമ്മുടെ ആത്മാ എവിടെ ഉണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഈ അമ്പലങ്ങളിൽ ഇങ്ങനെ തേടി തേടി അല്ലെ വെളിയിൽ തേടുന്നത് നിർത്തണം, ഉള്ളിലോട്ട് തേടണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നട്ടകല്ല് പേശുമോ? നാഥൻ ഉള്ളിരിക്കയിൽ ചുട്ട ചട്ടി ചട്ടുകം, അതായത് ചട്ടി ചുട്ട് ഉണ്ടാക്കുന്നു, ചട്ടുകം ഇതൊക്കെ തീയിലിട്ടു അതിൻ്റെ ഷേപ്പൊക്കെ വരുത്തി ഉണ്ടാക്കുന്നു. അതിനകത്താണ് നമ്മൾ കറികൾ വയ്ക്കുന്നത്. പക്ഷേ ആ കറിയുടെ ടേസ്റ്റ് ചീനച്ചട്ടിക്ക് അറിയുമോ? ദോശക്കല്ലിന് അറിയുമോ? തവിക്ക് അറിയുമോ? ചട്ടുകത്തിന് അറിയുമോ? അറിയത്തില്ല. അതുപോലെയാണ് നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ ഈ വൈറ്റ് ലൈറ്റ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത മെഡിറ്റേഷനെ വേസ്റ്റ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം പറയുന്നു. അതെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം ആ വൈറ്റ് ലൈറ്റ് കണ്ട് പിന്നീട് വരുന്ന സീൻസിനെ, കാഴ്ചകൾ അതായത് ഓരോ ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ അത്രയ്ക്ക് രസിക്കുന്നു. അപ്പം നമ്മൾ പറയത്തില്ലേ, ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചാപ്പാട് ഞാൻ കഴിച്ചിട്ടേ ഇല്ല, ജീവിതത്തിൽ ഇങ്ങനെ ഒരു പാൽപ്പായസം കുടിച്ചിട്ടേ ഇല്ല, അമ്പലപ്പുഴ പായസം തോറ്റുപോകും, അത്രയ്ക്ക് നല്ല ടേസ്റ്റ്. ഇതൊക്കെ നമ്മൾ ചുമ്മാതെ അങ്ങനെ പറയുക. അതുപോലെ മുക്താനന്ദയും പറയുവാണ്, നിങ്ങൾ വൈറ്റ് ലൈറ്റ് കാണണം. എന്താ വെച്ചാൽ അദ്ദേഹം അതിനെ അത്രയും ആസ്വദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്കറിയണമല്ലോ. ഓക്കെ, അപ്പം അദ്ദേഹം എന്തുവാ പറയുന്നത് വെച്ചാൽ, രണ്ടാമത്തെ തളത്തിൽ വെള്ള ലൈറ്റ് കാണുമ്പം തിരിച്ചും ധ്യാനം ആഴത്തിലോട്ട് പോവുക. അതുമാത്രമല്ല, ഇടയിൽ ഈ ഉറങ്ങിക്കൊണ്ടിരുന്നല്ലോ, ഈ ഉറക്കമെല്ലാം ധ്യാനത്തിൽ ഉറങ്ങുന്നത് മാറി. അപ്പോൾ ആവശ്യത്തിന് റെസ്റ്റ് കിട്ടി കുണ്ടലിനിക്ക്, അതുകൊണ്ട് ഉറക്കമെല്ലാം മാറി. ഇപ്പം നമ്മൾ തന്നെ എപ്പം കിടന്ന് ഉറങ്ങും? നമ്മൾ ക്ഷീണത്തിലാണ് കിടന്നുറങ്ങുന്നത്. രാത്രി എല്ലാവരും ഉറങ്ങുന്നതും ദേഹം ക്ഷീണിക്കുന്നതുകൊണ്ടാണ്, പകൽ പൂര എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രി നല്ലപോലെ നമുക്ക് ഉറക്കം വരും. ഈ പകൽ സർവ്വകാലം കഴിച്ച് ഒരു ജോലിയും ചെയ്തില്ലെങ്കിൽ അവർക്ക് രാത്രി ഉറക്കം വരത്തില്ല. ഇങ്ങനെ ടോസിങ് ഇൻ ദ ബെഡ് എന്നായിരിക്കും, അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പകൽ പൂരാ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ജോലി ചെയ്യണം, രാത്രി നല്ലപോലെ കിടന്ന് ഉറങ്ങണം. അപ്പം ഇദ്ദേഹം ഉറക്കമെല്ലാം മെഡിറ്റേഷനിൽ കുറഞ്ഞു വരുന്നു. ഈ ഫ്യൂച്ചറിൽ നടക്കുന്നത്, അത് ഇനി വരാൻ പോകുന്ന സമയത്ത് നടക്കുന്നതാണ് ഇദ്ദേഹത്തിന് ഇപ്പം മെഡിറ്റേഷനിൽ കാണുന്നത്. അപ്പോൾ മെഡിറ്റേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിന്, മോട്ടോർ സൈക്കിളിൻ്റെ ആക്സിഡൻറ്റ്, എവിടെയെങ്കിലും തീ പിടിക്കുന്നത്, ഇതുപോലൊക്കെ ദൃശ്യങ്ങൾ വരുന്നു. ഇവിടെ മെഡിറ്റേഷനിൽ 2 ദിവസത്തിനകം അവിടെ തീ പിടിച്ചു, ഇവിടെ തീ പിടിച്ചു, അല്ലെങ്കിൽ ഇവിടെ ആക്സിഡൻ്റ് ആയി എന്ന് ന്യൂസ് ഇദ്ദേഹത്തിൻ്റെ കാതിൽ വന്ന് എത്തുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ദർശനത്തിന് വേണ്ടി വരുന്ന ആൾക്കാരെ, സ്വാമിജി അവിടെ തീ പിടിച്ചു, ആ വീട് തീ പിടിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്ന് കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് ഡബിൾ ചെക്കായി. ഇദ്ദേഹം എവിടെയും വെളിയിൽ നടക്കാറില്ല. മെഡിറ്റേഷൻ കഴിഞ്ഞാൽ മാവിൻ്റെ ചുവട്ടിൽ വന്നിരിക്കുക, അന്ന് മെഡിറ്റേഷനിൽ കണ്ട ദൃശ്യങ്ങളെ വീണ്ടും ആലോചിച്ച് നോക്കുക, ആലോചിച്ച് ആസ്വദിക്കുക. ഇത് രണ്ടുമേ അദ്ദേഹത്തിൻ്റെ മെയിൻ തൊഴിൽ. ഇപ്പം വേറെ ഒരു ജോലിയും ചെയ്യാറില്ല. പക്ഷേ ആൾക്കാർ കാണാൻ വരുന്നവർ, സ്വാമിജി അവിടെ അങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു, ആക്സിഡൻ്റായി, തീ പിടിച്ചു എന്നൊക്കെ പറയുമ്പം ഇദ്ദേഹത്തിന് അതൊരു ഡബിൾ ചെക്ക്. 2 ദിവസത്തിന് മുമ്പേ നമ്മൾ മെഡിറ്റേഷനിൽ കണ്ടതല്ലയോ ഇപ്പം നടക്കുന്നത്. അപ്പം ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതിനെ മുൻകൂട്ടി അറിയുന്ന ശക്തി ഇദ്ദേഹത്തിന് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഹാപ്പിയാണ്. രണ്ടാമത് ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുക, ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു കുഞ്ഞിനെ, ആൺകുഞ്ഞിനെ തൊട്ടിലേക്ക് കിടക്കുന്ന പോലെ കണ്ടു. ഒരു 1.5 വയസ്സുള്ള ആൺകുഞ്ഞ് ഇങ്ങനെ തൊട്ടിലിൽ കിടക്കുന്നു. ആ തൊട്ടിൽ സ്വർണ്ണത്തിലുണ്ടാക്കിയ തൊട്ടിൽ. ആ ആൺകുഞ്ഞിൻ്റെ കഴുത്തിൽ ഈ മുത്തുമാല, നെക്ലസ്സായിട്ട് പേൾ നെക്ലസ്, മുത്തുമാല കിടക്കുന്നു.
തലയിൽ സ്വർണത്തിൽ ചെയ്ത കിരീടമുണ്ട്. ഇത്രയും ഭംഗിയുള്ള, ഇത്രയും അഴകുള്ള ഒരു കൊച്ചിനെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ആ കുഞ്ഞ് കിടന്ന തൊട്ടിലിനെയും 9 നവരത്നങ്ങൾ പതിച്ച്, ചെയ്തത് സ്വർണത്തിൽ, അതിൽ 9 നവരത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു തൊട്ടിൽ ആ കുഞ്ഞ് കിടക്കുന്നു. പിന്നെ ആ കുഞ്ഞിനെ ചുറ്റിലും രേഷ്മികൾ, ലൈറ്റ്സിൻ്റെ രേഷ്മികൾ ഇങ്ങനെ വെളി വരുന്നു ദേഹത്തുനിന്ന്. അതുമാത്രമല്ല, പല കളറിലുള്ള രേഷ്മികളാണ് വരുന്നത്. അപ്പം ആ കുഞ്ഞ് ഇദ്ദേഹത്തിനെ നോക്കി അങ്ങനെ ചിരിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞ് തന്നെ ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ്, ഇദ്ദേഹത്തിനെ കണ്ട് ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എവിടെ നടക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ, ധ്യാനത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഓക്കെ. അപ്പം ആ കണ്ണിൽ നിന്നൊക്കെ ആ കുഞ്ഞിൻ്റെ കണ്ണ് ഇദ്ദേഹത്തിനെ വിളിക്കുന്ന പോലെ ഉണ്ട്. അത്രയ്ക്ക് വളരെ അതിസുന്ദരമായ ഒരു 1.5 വയസ്സ് കുഞ്ഞിനെയാണ് കാണുന്നത്. ഇപ്പം ഇദ്ദേഹം അത് ഓക്കെ, മെഡിറ്റേഷനിൽ കണ്ടു, മെഡിറ്റേഷൻ കഴിഞ്ഞു, എണ്ണിച്ചു. അപ്പം മൈൻഡ് കണ്ണുകൊണ്ട് നോക്കാമോ? മൈൻഡ് കണ്ണെന്ന് വെച്ചാൽ എന്തുവാ? സ്വയം ആലോചിച്ച് നോക്കുക. അതേപോലെ ഞാൻ ധ്യാനത്തിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കൺട്രോളിലല്ല. പക്ഷേ ചുമ്മാതെ ഇരിക്കുമ്പോൾ നമ്മൾ കൽപ്പനാശക്തിയിൽ ഉപയോഗിച്ച് നമ്മൾ നോക്കുന്നു. അപ്പോൾ മൈൻഡ് ആയി എന്നാണ് പറയുന്നത്, മൈൻഡ്സ് ആയി. അപ്പോൾ സ്വന്തമായിട്ട് നമ്മളുടെ കണ്ണ് അടച്ച് ആ കൊച്ചിൻ്റെ രൂപത്തിനെ നോക്കണമെന്ന് വിചാരിച്ചാൽ വരുന്നില്ല. ആ കൊച്ചിൻ്റെ രൂപം കണ്ണിൽ തെളിയുന്നില്ല. ഓക്കെ. പിന്നെ ആ കുഞ്ഞെന്ന് പറയുന്നത് ശ്രീഹരി തന്നെയാണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഉറച്ച ഒരു വിശ്വാസം. അങ്ങനെ സാധന എന്ന് പറയുന്നത് ഇവിടെ മെഡിറ്റേഷനാണ്. സാധന വളരെ വളരെ ഡീപ്പായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഒരു ദിവസം മെഡിറ്റേഷനിൽ ഈ മുത്തുമാലകൾ അങ്ങനെ കുമിച്ചിട്ടിരിക്കുന്ന പോലെ ഒരു ദൃശ്യം. പിന്നെ ഒരു ദിവസം ഒരു നല്ല അഴകായിട്ടുള്ള ഒരു പശു അതിൻ്റെ കിടാവിന് പാല് കൊടുക്കുന്ന പോലെ കാണുന്നു. സക്ലിങ് എ കാഫ് ദ സെയിം കളർ ആസ് ദ ബേബി ഇൻ ദ ഗോൾഡൻ ക്രേഡിൽ. അപ്പം ഈ സ്വർണ്ണ തൊട്ടിൽ കിടന്ന കുഞ്ഞിൻ്റെ കളറാണ് ഇവിടെയും ഈ പശുക്കിടാവിനെയും കാണുന്നത്. അപ്പം ഇതെല്ലാം എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. അപ്പം പശുക്കിടാവായിട്ടും കുഞ്ഞായിട്ടുമൊക്കെ പല ദൃശ്യങ്ങൾ ഇദ്ദേഹത്തിന് കാണുന്നു. പിന്നെ ഐ ബിഗാൻ ടു ഫീൽ വെരി ക്യൂറിയസ് ബിഫോർ ഹാൻഡ്. അപ്പം ഇങ്ങനെയൊക്കെ കണ്ട് ഇങ്ങനെ രസിച്ചിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന് രാവിലെ വന്നാൽ എപ്പം വൈകുന്നേരം വരും. രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്നു, പിന്നെ എപ്പം വൈകുന്നേരം വരും, വൈകുന്നേരം എപ്പോൾ ഇരിക്കാം മെഡിറ്റേഷനിൽ, ഇനി എന്തൊക്കെ കാണും എന്നൊരു എക്സൈറ്റ്മെൻറ്റ്. വൈകുന്നേരം വന്നാൽ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ രാവിലെ എപ്പം വരും, രാവിലെ എപ്പം നേരം വെളുക്കും, അടുത്തത് മെഡിറ്റേഷനിലിരിക്കണം എന്ന് അദ്ദേഹത്തിന്. അപ്പം ഈ മെഡിറ്റേഷനിലുള്ള ഈ ദൃശ്യങ്ങൾ കണ്ട് ഒരു എന്തുവാ, ഈ ലഹരി വസ്തു കഴിച്ച് ബോധയിൽ അടിമയായിരിക്കുന്ന പോലെയാണ് ഇദ്ദേഹം ധ്യാനത്തിന് അടിമയായിട്ട് ഇരിക്കുന്നത്. അത്രയ്ക്ക് അതിനകത്ത് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പം മനസ്സിലായോ? നമ്മളെന്താ അരമണിക്കൂർ അലാറം വെച്ചിട്ട് ഇരുന്ന 20 മിനിറ്റ്സിലേ എണ്ണിക്കണം പോലെ തോന്നുന്നു. 1 അവർ അലാറം ടൈമർ സെറ്റ് ചെയ്തിട്ടിരുന്നാൽ 45 മിനിറ്റിന് മേലെ ഇരിക്കാൻ വയ്യ. കൈവേദന, കാലുവേദന, നടുവേദന, കണ്ണ് തുറക്കണം, എണ്ണിച്ചു പോകണം. ഇത് എൻ്റെ ഗുരുജി യോഗീസ് രാജ സാർ കറക്റ്റായിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ധ്യാനം എന്ന് പറയുന്നത് ഒരു ലഹരി വസ്തുവിനെ ഉപയോഗിച്ച് അതിന് അടിമപ്പെട്ട പോലെയാണ് ഈ ധ്യാനം. പക്ഷേ നിങ്ങൾക്കെല്ലാം എന്തിനാ ഉടനെ അരമണിക്കൂറിൽ കണ്ണ് തുറക്കണം, 3/4 മണിക്കൂറിൽ കണ്ണ് തുറക്കണം, അതിനുമേൽ ഇരിക്കാൻ വയ്യ എന്നൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് തോന്നുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ ആ ആഴ്ന്ന നിലയ്ക്ക് നിങ്ങൾ പോകുന്നേ ഇല്ല. അങ്ങനെ വെച്ചാൽ എന്തുവാ, ഒരു 3 മണിക്കൂറെങ്കിലും ഇരിക്കണം.
ഈ ആസനസിദ്ധിയും കിട്ടും, മെഡിറ്റേഷനും നന്നായിട്ട് വരും. അപ്പം കുറഞ്ഞത് ഒരു 3 മണിക്കൂർ ഒറ്റ ഇരിപ്പ് ഇരുന്നാലേ ശകലമെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ ദൃശ്യങ്ങളൊക്കെ കാണാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നമ്മൾ ഈ 1/4 മണിക്കൂർ, 20 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, 15 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പം ഇതൊന്നും ഇപ്പം നടക്കാൻ പോകുന്നില്ല. എന്തായിരുന്നാലും അതും ചെയ്യാതെ വിട്ടുകളയരുത്. അത് ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ എത്രയോ ഭേദം. പക്ഷേ നമുക്ക് നല്ല സാഹചര്യങ്ങൾ വരട്ടെ, നമ്മൾ കുറച്ചും കൂടെ ഇരുന്ന് നമുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ആകെ അദ്ദേഹം ചെയ്യുന്നത് 2 ജോലി. ഒന്ന് ധ്യാനത്തിലിരിക്കും, അല്ലെങ്കിൽ ധ്യാനം കഴിഞ്ഞ് ഉണർന്നിരിക്കുന്ന സമയം ധ്യാനത്തിൽ കണ്ട ദൃശ്യങ്ങളെ കണ്ട് രസിക്കും. ഈ 2 ജോലിയേ ഉള്ളൂ അദ്ദേഹത്തിന്. അങ്ങനെ ഈ വൈറ്റ് ലൈറ്റിനോട് അത്രയും പ്രിയം കാണിച്ച് അത്രയും നല്ല ദൃശ്യങ്ങളെല്ലാം കണ്ട് രസിച്ചിരിക്കുക. ധ്യാനം ആഴത്തിലോട്ട് പോകുന്നു എന്നാണ് ഇദ്ദേഹം ഈ വൈറ്റ് ലൈറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ചെറിയ ചാപ്റ്ററാണ്, 2 ഇതേ ഉള്ളൂ, 2 പേജേ ഉള്ളൂ. അടുത്തത് ബ്ലാക്ക് ലൈറ്റ്, കൃഷ്ണേശ്വരി. അങ്ങനെ പിന്നെ പാമ്പ് വന്ന് അദ്ദേഹത്തിനെ മെഡിറ്റേഷനിൽ കൊത്തുന്നു. പാമ്പ് വന്ന് കൊത്തുന്നു എന്ന് പറയുന്നത് നല്ലതാണ്. അതൊക്കെ നേരത്തെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷനിൽ കണ്ടതിനെക്കുറിച്ച് വിവരിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം നമുക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരുടെയും ദേഹത്തിലുള്ള കുണ്ടലിനി അമ്മ തന്നെ നമ്മളെ അനുഗ്രഹിക്കണം, നമ്മുടെ ഗുരു അനുഗ്രഹിക്കണം, നമ്മുടെ പരമപിതാവായ ശിവൻ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ അനുഭവങ്ങൾ എല്ലാം നമുക്കും വരണം. അപ്പോഴേ ധ്യാനവും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ, മുഴുക്കത്തുള്ളൂ, ഇല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ നമ്മളൊന്നുമല്ല ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായോ അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണോ നടക്കുന്നത്? അല്ല, അതൊക്കെ നമ്മളെ മീറിയ ഒരു ശക്തിയാണ് നമുക്ക് നടത്തി തരുന്നതും ചൊല്ലിക്കൊടുക്കുന്നതും കാണിച്ചു തരുന്നതും. അപ്പം മെഡിറ്റേഷനിൽ ഇരുന്ന് കൊടുക്കുക. അതാണ് സയൻസ് ഓഫ് മെഡിറ്റേഷനിൽ ഞാൻ പറഞ്ഞത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇരുന്ന് കൊടുക്കുക. ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് ദൈവം തീരുമാനിക്കട്ടെ, ഇല്ലേ? അതിനാണ് നമ്മൾ ചെയ്ത കർമ്മഫലം. നമ്മളുടെ ഈ ജാതക രീതിയായിട്ട് ഇപ്പം ഏത് ദശ നടക്കുന്നു, ദശാഭുക്തി നടക്കുന്നു, അതിൽ ഏത് നല്ല പവറുള്ളത്, ഏത് നീശമായിട്ടുള്ളത്, ഏതിനെ കാണുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പിണഞ്ഞ് കിടപ്പുണ്ട്. അപ്പം അതൊക്കെ നേരെ ആവട്ടെ, എല്ലാം നന്നായി വരട്ടെ. അപ്പം ലോകാസ്തമസ്ത സുഖിനോ ഭവന്തു.